ഹി ഓൾവേസ് ഡിസ്കസസ് അബൌട്ട് ഗ്രേറ്റ് മാസ്റ്റേഴ്സ്, അവരുടെ പെർഫോമൻസിനെ കുറിച്ച്. മോനെ ഞാൻ ഇന്നലെ ആ അവരുടെ ഡാൻസ് കണ്ടു, എന്ത് ഭംഗിയിലല്ലേ. ഹി വിൽ അനലൈസ് ദാറ്റ്. ആൻഡ് അപ്പൊ അങ്ങനത്തെ ഒരു ഗ്രേറ്റ് ആക്ടർ അത് അഡാപ്റ്റ് ചെയ്ത് മേക്ക് ബിലീഫ് ആക്കാൻ ഇറ്റ്സ് ഈസി. പക്ഷെ മേക്ക് ബിലീഫ് വിത്ത് ഒത്തന്റിസിറ്റി ഓഫ് ടെക്നിക്സ്. മോഹൻലാലിലേക്ക് വന്നാലോ, അദ്ദേഹമാണല്ലോ മലയാളത്തില് നൃത്തം ഭംഗിയായി ചെയ്യുന്ന ഒരു അതെ നടൻ. അതെ അദ്ദേഹത്തിന്റെ കമലദളം സിനിമ റിലീസ് സക്സസ് ആയ സമയത്ത് വിളിച്ചൊരു താജിലൊരു അത്താഴ വിരുന്ന് തന്നതായിട്ട് കേട്ടിട്ടുണ്ടല്ലോ. അതെ അതെ. അയ്യോ അതിന്റെ പിന്നിൽ എന്താ അത്രയും ഇത്രയും സ്പെഷ്യൽ ആയിട്ട് അല്ല അത് കാണാൻ? അദ്ദേഹത്തിനുള്ള അതിപ്പോ ഞാൻ പറയാതെ തന്നെ നമ്മുടെ മലയാളി പ്രേക്ഷകർക്ക് എല്ലാവർക്കും ലാലേട്ടനെ പറ്റി അറിയാം. അദ്ദേഹത്തിന്റെ ഇതൊരു അൺകണ്ടീഷണൽ ഒരു സമർപ്പണം ടു ആർട്സ്, ട്രഡീഷണൽ ക്ലാസിക്കൽ ആർട്സ്. ഒന്നാമത് അതിൻ്റെ ഒരു പാഷൻ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ, ഭയങ്കര തീവ്രമായ ഇഷ്ടം ഞാൻ എപ്പോഴും കണ്ടിട്ടുണ്ട്. അത് ക്ലാസിക്കൽ ഡാൻസ് ആയാലും കഥകളി ആയാലും ശാസ്ത്രീയ സംഗീതമായാലും. ഹി ഓൾവേസ് ഡിസ്കസസ് അബൌട്ട് ഗ്രേറ്റ് മാസ്റ്റേഴ്സ്, അവരുടെ പെർഫോമൻസിനെ കുറിച്ച്. മോനെ ഞാൻ ഇന്നലെ ആ അവരുടെ ഡാൻസ് കണ്ടു, എന്ത് ഭംഗിയിലല്ലേ. ഹി വിൽ അനലൈസ് ദാറ്റ്. ആൻഡ് അപ്പൊ അങ്ങനത്തെ ഒരു ഗ്രേറ്റ് ആക്ടർ അത് അഡാപ്റ്റ് ചെയ്ത് മേക്ക് ബിലീഫ് ആക്കാൻ ഇറ്റ്സ് ഈസി. പക്ഷെ മേക്ക് ബിലീഫ് വിത്ത് ഒത്തന്റിസിറ്റി ഓഫ് ടെക്നിക്സ്, അത് അത് അദ്ദേഹത്തിന്റെ ഒരു അതുല്യ പ്രതിഭയുടെ ഒരു ഇതാണ് അത്. എന്തുകൊണ്ടാണ് കമലദളത്തില് ഇങ്ങനെ ഒരു താങ്ക്സ് നോട്ട് കിട്ടുന്നത്? എന്താണ് അതിൽ വിനീതേട്ടന്റെ റോൾ ഉണ്ടായിരുന്നത്? അല്ല അത് എനിക്ക് തോന്നുന്നത് ലാലേട്ടന്റെ ഈ ഡാൻസ് സമയത്തൊക്കെ ഞാൻ കൂടെ ഉണ്ട്. അവിടെ കൊറിയോഗ്രാഫേഴ്സ് ഉണ്ടായിരുന്നു. നटवरൻ പരമശിവം സാറാണ് അദ്ദേഹത്തിന് ഡാൻസിന് ട്രെയിൻ ചെയ്യാൻ വന്നത്, ശാസ്ത്രശില്പിക്ക് വേണ്ടി. പിന്നെ കൊറിയോഗ്രാഫേഴ്സ് കുമാർ ശാന്തി, അവരാണ് അതിലെ സോങ്സ് ചെയ്തത്. കുമാർ മാസ്റ്ററും ശാന്തി മാസ്റ്ററും കൂടെ. അതിലെ പ്രേമോദാരനായാലും മാനന്ദ നടനം, പിന്നെ അതിലെ പദങ്ങള് മോനിഷ ചെയ്യുന്ന ട്രഡീഷണൽ ആയ പീസസ്, പാർവതിയുടെ ചില മോഹിനിയാണ്, അതെല്ലാം കലാമണ്ഡലം സുജാത ടീച്ചറുണ്ട്, അവരാണ് അതെല്ലാം സെറ്റ് ചെയ്തത്. ഇപ്പൊ ലാലേട്ടൻ പഠിപ്പിക്കുന്ന ചില പോർഷൻസ്. അപ്പൊ മോസ്റ്റ് ഓഫ് ദ ടൈം ഐ എം ദയർ. അപ്പൊ അതൊരു മോറൽ സപ്പോർട്ട്. മോനെ നീ ഇവിടെ നിൽക്കുന്നിട്ട് അന്ന് കൂടെ തന്നെ എനിക്ക് എന്റെ എക്സൈറ്റ്മെന്റ് ഇസ് വാച്ചിങ് ഹിം ഡാൻസ്. പിന്നെ നമുക്ക് എന്തെങ്കിലും ഒരു പോളിഷ് ചെയ്യണമെങ്കിൽ, ഇപ്പൊ ആനന്ദ നടനത്തിന്റെ ബിഗിനിങ് ഒക്കെ ഞാൻ ത്രൂ ഔട്ട് ഉണ്ട്. അപ്പൊ അത് ഞാൻ ശരിക്കും അതിന്റെ പോസ്ചേഴ്സ്, ആ മൂവ് ചെയ്യുന്നത്, ആ ലാലേട്ടൻ ഇങ്ങനെ ആ കാലിൽ ഇങ്ങനെ പോകുന്ന സാധനങ്ങള്, അത് ഷൂട്ട് ചെയ്യുമ്പം ഒരുപാട് നമുക്ക് ഈ റിഫൈൻമെന്റ് എന്ന് പറയും. അപ്പം അന്ന് എന്റെ ഓർമ്മയില് ഈ മെയിൻ കൊറിയോഗ്രാഫേഴ്സ് ഇല്ല. സോ ആ ബിഗിനിങ് ആണ്. ഈ ഡയലോഗ് കഴിഞ്ഞിട്ട് ഇദ്ദേഹം പെർഫോം ചെയ്യല്ലോ. അപ്പൊ ആ സമയത്തൊക്കെ കൂടെ പിന്നെ ആനന്ദ നടനം മോനിഷയും ലാലേട്ടനും ചെയ്യുന്ന സമയത്ത് എന്റെ എന്തോ പാച്ച് വർക്ക് കഴിഞ്ഞിട്ട് യു ബി ഹിയർ വിത്ത് അസ് പറഞ്ഞിട്ട് ഞാൻ ആ ഫുൾ സോങ്ങിന് ലാലേട്ടന്റെ കൂടെ ഇങ്ങനെ ഇരുന്നിട്ടുണ്ട്, ജസ്റ്റ് വാച്ചിങ്ങും. ആൻഡ് ലൈക്ക് ഒരു മോഡൽ സപ്പോർട്ട്. ബിക്കോസ് ഒരു ട്രെയിൻ ഡാൻസർ ആയതുകൊണ്ട് നമുക്കും എന്തെങ്കിലും, ഇഫ് യു ഫീൽ എ ഹാൻഡ് ഇസ്. ശരിക്കും ട്രെയിൻഡ് ഡാൻസർ ആണോ? ഐ എം എ ട്രെയിൻ ഡാൻസർ. ലാലേട്ടൻ ഇത്തരത്തിൽ നൃത്തം പഠിച്ചിട്ടുള്ള ഒരാളാണല്ലോ. ഇല്ല, ഇതിന് വേണ്ടിയിട്ട് അദ്ദേഹത്തെ മാസ്റ്റേഴ്സ് വന്ന്, ഇപ്പൊ രാജശില്പിക്കൊക്കെ വേണ്ടിയിട്ട് അദ്ദേഹം വന്ന് ഈസ് ടു ട്രെയിൻ ഹിം. ആൻഡ് ഇതില് ആ ലൊക്കേഷനിൽ, ബിക്കോസ് അദ്ദേഹത്തെ പോലെ ഇത്രയും ബിസി ആയിട്ടുള്ള അദ്ദേഹത്തിന്റെ ഡേറ്റ്സ് വെച്ചിട്ടായിരിക്കും ആ സോങ് പ്ലാൻ ചെയ്തിട്ടുണ്ടാവും മെഡ്രാസിൽ. അപ്പൊ അവിടെ വെച്ച് there was no rehearsals ആ ടൈമിൽ. ഈ നമ്മൾ ജനറലി തമിഴിലൊക്കെ ഒരു സോങ് എടുക്കുന്നതിന് ഒരു 10 ദിവസം മുമ്പേ ഒരാഴ്ച റിഹേഴ്സലൊക്കെ ഉണ്ടാവും, ഹെവി വെസ്റ്റേൺ സോങ്സിനൊക്കെ. ഇതിന് അങ്ങനെ ഒരു റിഹേഴ്സൽ കോൺസെപ്റ്റ് ഇല്ലായിരുന്നു. ബിക്കോസ് ഹി ഹാഡ് കം ഇൻ ദ മോർണിംഗ്. അവിടുന്ന് തന്നെ ആ പഠിപ്പിക്കുമ്പോൾ ഹീസ് ടു ജസ്റ്റ് ഗ്രാസ്പ് ദ ഹോൾ തിങ് ഉണ്ടോ, അങ്ങനെയായിരുന്നു. അപ്പൊ ഈ ഡാൻസ് എന്ന് പറഞ്ഞൊരു വഴക്കമുള്ള ഒരു സാധനമാണല്ലോ. അതിപ്പോ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന അനുസരിച്ച് ലാലേട്ടൻ ചെയ്യുന്ന രീതിയിൽ അത് എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന്റെ ബോഡി, ഓർമ്മയിൽ എന്തെങ്കിലും ഒരു സീൻ, ഒരു രംഗോ ഓർമ്മയിലുള്ള ആ ചക്കർ ചെയ്യില്ലേ അതിൽ, ആ കമലദളത്തിൽ ഒരു 6 ചക്കർ ഇങ്ങനെ നിൽക്കും. മനുഷ്യൻ ലാലേട്ടനും കൂടി ചെയ്യുന്നിടത്ത് ഇറ്റ് ഗോസ് ടു ഹിസ് സോളോ ഷോട്ട്. ഒറ്റ ടേക്കില് പുള്ളി അത് ചെയ്തു. അത് എനിക്ക് ഇന്നും ഇങ്ങനെ ഭയങ്കര സ്റ്റണ്ണിങ് മെമ്മറി ആയിട്ടുണ്ട്. ആൻഡ് എല്ലാവരും ക്ലാപ്പ് ചെയ്തു. ഇറ്റ്സ് നോട്ട് ഈസി. ആ ബാലൻസ് പോവാതെ ഒരു സ്ഥലത്ത് നിന്ന് ചെയ്ത് ഇങ്ങനെ സ്റ്റഡി ആയിട്ട് നിൽക്കുക എന്നുള്ളത്, അത് ചെയ്തപ്പോൾ എല്ലാവരും ക്ലാപ്പ് ചെയ്തിരിക്കും. അതൊരു ഫോണ്ട് മെമ്മറി. അല്ല അതിലൊരുപാട് ഉണ്ടായിരുന്നു. ലൈക്ക് ബിക്കോസ് ഞാനൊക്കെ ആ പ്രായത്തിൽ അത്ഭുതത്തോടെ ലാലേട്ടനെയും വേണുചേട്ടനെയും ഇന്നസെന്റ് ഏട്ടൻ, ഇവരുടെ ഒക്കെ ഒരു കോമ്പിനേഷൻ അല്ലേ അന്ന്. സോ നമ്മൾക്ക് അമ്പിളിച്ച ജഗദീഷ് കുമാർ, തിലകേട്ടൻ, ഇവരൊക്കെ ഇങ്ങനെ അത്ഭുതത്തോടെ ഇങ്ങനെ നോക്കിയിരിക്കുക എന്നല്ലാതെ